ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ വർഷയാണെങ്കിലോ ശ്രീകാന്തിന്റെ ഫോണൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണല്ലോ. ശ്രീ ആണെങ്കിൽ വർഷയോട് പറഞ്ഞു, അതെ എനിക്ക് റെസ്റ്റോറൻറ്റിൽ വലിയ തിരക്കൊക്കെ ഉണ്ട്, നീ ആ ഒരു ഫോൺ തന്നിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ പോകായിരുന്നു. ശ്രീ, നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതെ, നീ ഇത്രയും കാലവും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്ന് വർഷ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്തിന് പിടികിട്ടി വർഷ ഇത് എങ്ങോട്ടാണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന്. ശ്രീകാന്ത് ആണെങ്കിലോ, വർഷ എടി, നീ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും തമ്മിലുള്ള വഴക്ക് എന്തായാലും അത് നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള പ്രശ്നം, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലല്ലോ ശ്രീ. ഞാൻ നിന്നെ പരിചയപ്പെട്ടതും ഇപ്പൊ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ഒക്കെ എനിക്ക് എത്രമാത്രം നീ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. എന്തായാലും എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അത്രമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ കയ്യിൽ കയറി വർഷ പിടിക്കുകയാണ്. ഇവർ നിന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടി അവര് ആ ഒരു പാർക്കിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവായിരിക്കും. ആ സമയത്താണ് ഇവളുടെ അമ്മ യാദൃശികമായിട്ട് ശ്രീകാന്തിനെയും വർഷയെയും കാണുന്നത്. ദേ ഏട്ടാ, നിങ്ങൾ ഈ വണ്ടിയൊന്ന് നിർത്തിക്കേ, ദേ നിൽക്കുന്നു നിങ്ങളുടെ പുന്നാര മോള്, അവളുടെ കൂടെ ഉള്ളത് ആ രവിയുടെ മോനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ കിടന്ന് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ വാസുദേവൻ വണ്ടി നിർത്തി. അയാൾ വണ്ടി നിർത്തിയിട്ട് രണ്ടുപേരും കൂടി ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം വർഷയാണെങ്കിൽ, അതെ ശ്രീ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പോലും എനിക്ക് ഇങ്ങനെയുള്ള ഒരു സീരിയസ് റിലേഷനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ എല്ലാവരിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്കിതാ നീ ഉണ്ടാക്കി തരുന്ന ആ ഒരു ഫുഡും അതുപോലെ തന്നെ നീ എനിക്ക് എത്രമാത്രം കമ്പനിയാണ്, നിന്നെ എനിക്ക് മിസ് ചെയ്യാനേ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളുടെ ആ ഒരു ഇഷ്ടം ശ്രീകാന്തിനോട് തുറന്നു പറയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ ഇവള് പറയുന്നത് കേട്ട് നിൽക്കുന്നൊക്കെയുണ്ട്, പക്ഷെ അവൻ എന്ത് തിരിച്ച് പറയണമെന്ന് ഇഷ്ടമൊക്കെയാണ്. എന്നാലും പാരൻസിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ശ്രീകാന്ത് ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. വർഷയാണെങ്കിൽ പരിസരം പോലും നോക്കാതെ ശ്രീകാന്തിന്റെ കവിളിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട്, അതെ നീ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം, എനിക്ക് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുവാണ് എന്നും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അത്രയും ആൾക്കാർ നിൽക്കെ ശ്രീകാന്തിനെ ഉമ്മ വെച്ച് നിൽക്കുന്ന തങ്ങളുടെ മകളെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല ദേഷ്യം വരികയാണ്. ഇവരാണെങ്കിലോ ഇതെന്താ ഇവളീ കാണിക്കുന്നത്, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്, അതും നടുവഴിയിൽ നിന്നിട്ട് എന്തൊക്കെയാ കാണിക്കുന്നതെന്നും പറഞ്ഞ് വർഷയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വർഷയാണെങ്കിൽ, ശ്രീ നീ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് അവിടുന്ന് നാണത്തോടു കൂടി നടന്നകലാണ്. ശ്രീകാന്ത് ആണെങ്കിലോ കിട്ടിയ ഒരു ഉമ്മ ആ ഒരു ഹാങ് ഓവറിൽ അവിടെ അങ്ങനെ നിൽക്കുന്നത് കാണിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തുകയാണ്. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും രേവതിയെന്ന് വിളിച്ചുകൊണ്ടാണ് ആശാൻ വരുന്നത്. വന്ന് അകത്തോട്ട് കയറുമ്പോഴാണ്, അടാ രേവതി ഇവിടെ ഇല്ലല്ലോ, അവൾ അവിടെ വീട്ടിൽ പോയിരിക്കുകയാണല്ലോ. ഷോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വിശക്കുന്നുണ്ട്, ഈ അമ്മ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആള് കിച്ചണിൽ കയറി നോക്കുകയാണ്. അപ്പോഴാണെങ്കിലോ പാത്രമൊക്കെ നല്ല ഭംഗിക്ക് മൂടി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും അതിനകത്താണെങ്കിൽ കഴിക്കാൻ തന്നെ ഒന്നുമില്ല. സച്ചിക്കാണെങ്കിൽ, ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി ഫോൺ എടുത്തിട്ട് രേവതിയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിയുടെ കോള് കണ്ടതും ഓടി വന്നു. എന്നിട്ടാണെങ്കിൽ, സച്ചിയേട്ടാ പറയൂ, എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ കുറച്ച് ചോറുണ്ടാവുമോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ കാര്യമായിട്ടാണ് ചോദിച്ചത്, കുറച്ച് ചോറെടുക്കാനുണ്ടാകുമെന്ന്. നിങ്ങളപ്പോൾ ഇത്രയും സമയമായിട്ടും ഭക്ഷണം ഒന്നും കഴിച്ചില്ല എന്ന് ചോദിച്ചു. രേവതി ആണെങ്കിൽ, എന്നാ ഒരു കാര്യം ചെയ്യും, ദേ ഇങ്ങോട്ട് പോര്, ഞാൻ തരാം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അവൾ നമ്മുടെ സച്ചിയെ ക്ഷണിക്കുകയാണ്. സത്യമായിട്ടും നീ കാര്യമായിട്ട് വിളിച്ചതാ, ഞാൻ അങ്ങ് വരൂട്ടോ എന്നും പറഞ്ഞ് സച്ചി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു. രേവതി ആണെങ്കിൽ, സച്ചി ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ, അപ്പൊ സച്ചിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് അവളാണെങ്കിൽ ദേ അമ്മയോട് പോലും പറയാതെ അവിടുന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സുധിയെയാണ്. സുധിയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു കാർ ഷോറൂമിൽ നിന്ന് ഒരു കസ്റ്റമറെ കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് അവർക്കാണെങ്കിൽ കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ഏകദേശം ഒരു 1 കിലോമീറ്റേഴ്സ്. ഈ ഒരു കിലോമീറ്റർ ആകാറായി. ആ സാറാണെങ്കിൽ നമ്മുടെ സുധിയെ കൊണ്ടുപോയിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, അതെ ചേട്ടാ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ നിന്ന് ഗസ്റ്റുകളൊക്കെ വരും, എൻ്റെ ആങ്ങളെയും
ആങ്ങളയുടെ മകനും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ വരുന്നുണ്ട്. അപ്പം അവർക്ക് കുറച്ച് മട്ടൻ വാങ്ങിച്ചിരുന്നെങ്കിൽ നല്ലതായിരിക്കും. എന്നാ ഒരു കാര്യം ദേ ഈ പയ്യൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ സുധിയെ കാണിച്ചിട്ട് ആ മുതലാളി പറഞ്ഞു, എടാ നീ ഒരു കാര്യം ഇവിടെ അടുത്ത് തന്നെ മാർക്കറ്റ് ഉണ്ട്, അവിടുന്ന് ഒരു 2 കിലോ മട്ടൺ മേടിക്കാൻ പറഞ്ഞു. അയ്യോ, അപ്പോഴാ ഞാനൊരു കാര്യം ആലോചിച്ചത്. ഏട്ടാ, എൻ്റെ ആങ്ങളയുടെ മോൻ അവൻ മട്ടൻ കഴിക്കില്ല, പകരം അവന് കുറച്ച് ഫിഷ് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി നമ്മുടെ സുധിയെ കൊണ്ട് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിപ്പിക്കാൻ തുടങ്ങുകയാണ്. സുധിയാണെങ്കിലോ സുധിക്ക് ദേഷ്യമൊക്കെ അങ്ങ് വന്നു. സുധി പറയാണ്, അതെ, നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറിയും പലചരക്കും വാങ്ങിക്കലല്ല എൻ്റെ ജോലി. എന്നെ എൻ്റെ കമ്പനിക്കാര് ഈ കാറ് ടെസ്റ്റ് ഡ്രൈവിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിലെ പണിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഇവൻ അവിടുന്ന് അയാളോട് ദേഷ്യപ്പെട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ തിരികെ നമ്മുടെ സുധിയാണെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിലെത്തി. അവിടെ വന്നതും അവിടുത്തെ ഓഫീസർ, അതായത് ഇതിൻ്റെ MD പുള്ളിക്കാരൻ നമ്മുടെ സുധിയെ വിളിച്ചു. മോനൊന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. സുധി വലിയ സന്തോഷത്തിൽ അങ്ങോട്ട് ചെന്നു. അതെ സാറേ, ഇന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയില്ലേ, അയാളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനമൊക്കെ എന്നോട് വാങ്ങാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇതൊന്നും എൻ്റെ ജോലിയല്ല എന്ന്. എടാ, നീ ഇന്ന് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കാനാ സാറ്. എന്താ സാറേ, എന്താ പറ്റിയത് സാറേ? ആ ക്ലയൻറ്റ് പോയാൽ പോട്ടെ സാറേ, ഞാനൊരു 20 ലക്ഷത്തിൻ്റെ ഈ മാസം തന്നെ ഒരു ഓർഡർ എടുത്തിട്ട് ആ 20 ലക്ഷത്തിൻ്റെ സെയിൽ ഞാൻ ചെയ്തോളാന്ന് സുധി സാറിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം സാറ് പറഞ്ഞു, നീ 2 കോടിയുടെ ബിസിനസ്സാണ് ഇന്ന് എനിക്ക് ഇല്ലാണ്ടാക്കിയത്. നീ ഇവിടെ വന്ന സമയത്ത് നിന്റെ ഈ വർത്തമാനവും നീ കല്യാണം കഴിഞ്ഞതാണ്, ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ മാറി നിൽക്കുന്നതെന്നും ഇതുപോലെ ജോലിക്ക് വരുന്നതെന്നും ഒക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ കമ്പനിയിൽ ജോലി തന്നത്. അല്ലാതെ നിന്റെ ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നിന്റെ ഡിഗ്രി നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇതേ മനുഷ്യന്മാര് കുറെയൊക്കെ കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുകൂടെ കാണിക്കണം. ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധിയോട് പറഞ്ഞു, ഇനി മേലാല് ഇങ്ങോട്ട് വരണ്ട, നീ നിന്റെ പണിയും നോക്കി നിന്റെ ഡിഗ്രിയും കൊണ്ട് വീട്ടിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സുധിയാണെങ്കിൽ, അയ്യോ സാറേ അങ്ങനെ പറയരുത്, എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റില്ല സാറേ. അതെ, നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി കൊടുക്കണമെങ്കിൽ നീ സ്വന്തമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ നിനക്ക് കഷ്ടപ്പെടാൻ മനസ്സില്ലെങ്കിൽ നീ അവള് പറയുന്നതും കേട്ട് അവളുടെ വീട്ടിൽ നിന്നോന്നും പറഞ്ഞു. അങ്ങനെ അങ്ങേര് നമ്മുടെ സുധിയെ നൈസായിട്ട് ഒഴിവാക്കി. സുധിയാണെങ്കിലോ കിട്ടിയ പണിയും പോയി, അങ്ങനെ മൊത്തത്തിൽ കഷ്ടത്തിലായി. ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് വർഷയുടെ അച്ഛനെയും അവളുടെ അമ്മയും ഒക്കെയാണ്. രണ്ടുപേരും കൂടി, അല്ല ചേട്ടാ, ഇതിപ്പോ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ രവി മനഃപൂർവ്വം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മകനെയൊക്കെ ഇളക്കി വിടുന്നതാണ്. ആ ചെറുക്കനാണെങ്കിൽ വർഷയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. എടി, നമ്മുടെ മോളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളാണെങ്കിൽ നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. എന്തായാലും ഇനി നമുക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ മനുഷ്യ ഉദ്ദേശിക്കുന്നതെന്ന് പുള്ളിക്കാരി ചോദിക്കുകയാണ്. അപ്പം പുള്ളി പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ രവിയെ ഒന്ന് വിളിച്ച് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ വാസുദേവൻ രവിയെ വിളിക്കുകയാണ്. രവി ആണെങ്കിൽ ഈ സമയത്ത് യൂണിയൻ ഓഫീസിൽ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേസിൻ്റെ കാര്യമൊക്കെ തീരുമാനമായല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പെൻഷൻ തുകയും കുടിശ്ശിക പൈസയും ഒക്കെ കൂടി നല്ലൊരു എമൗണ്ട് കയ്യിൽ വന്ന് പെടുമല്ലോ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വർഷയുടെ അച്ഛൻ വിളിക്കുകയാണ്. അതെ, എനിക്ക് രവിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. രവി എപ്പോഴാ ഫ്രീ ആകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, ഇയാളിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സാധാരണ ഇങ്ങോട്ട് ഓർഡർ ഇടാനാണല്ലോ പതിവ്, ഇതിപ്പോൾ എന്താ വ്യത്യസ്തമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ.